വലിയൊരു ബെഡിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ പോലും ഹെയ്നും ഹിനുവിനും ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് ആദ്യമായിട്ട് ഹിനുവിന്റെ വീട്ടിലൊക്കെ വന്ന സമയത്ത് നമ്മൾ ഒന്നിച്ചായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹെയ്നും പറയുന്നത്. വീട്ടിലെത്തുന്ന ഹെയ്നാകട്ടെ ഹിനുവിന്റെ ഫോട്ടോസും മറ്റുമൊക്കെ നോക്കി നിൽക്കുന്നു. ഹിനുവും ഒത്തിരി വൈകിയത് കൊണ്ട് തന്നെ രാത്രിയിൽ ഇനി ഡ്രൈവ് ഒന്നും ചെയ്ത് പോകണ്ട, ഇന്ന് ഇവിടെ തന്നെ കിടന്നാൽ മതിയെന്ന് അവളോട് പറയുമ്പോഴത്തേക്കും അവളും അതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നു. ഹ്യുൻവോന്റെ റൂമൊക്കെ ഹെയ്ന് നൽകിയതിനു ശേഷം ഞാൻ അടുത്ത റൂമിൽ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അവൻ പോകുന്നുണ്ടെങ്കിലും അവന് ഉറങ്ങുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ രാത്രി ആകുമ്പോഴത്തേക്കും അവളുടെ റൂമിന്റെ ജനൽ വഴി അവൻ കൊട്ടുകയാണ്. ചന്ദ്രനെ കാണുവാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് അതൊക്കെ കണ്ട് നിന്നാലോ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും അവളും സമ്മതിക്കുന്നു. അന്നാകട്ടെ അവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ കെട്ടിപ്പിടിച്ചൊക്കെ ആയിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്നും അങ്ങനെ ഉറങ്ങിയാലോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവനും ആകെ ഒന്ന് ഞെട്ടിയൊക്കെ ആയിരുന്നു അവളെ നോക്കിയിട്ടുണ്ടായിരുന്നത്. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണെന്ന് അവൾ പറഞ്ഞതിന് ശേഷം രണ്ടുപേരും രണ്ട് സൈഡിലായിട്ടൊക്കെ കിടക്കുന്നു. വീട്ടിലെ ജോലിക്കാരനും ഭാര്യയും കൂടി ചേർന്നിട്ട് ഉത്സവങ്ങനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് അത്രയും പണം കിട്ടുമെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും എന്റെ മനസ്സൊന്ന് മാറിപ്പോയി. പക്ഷെ ഇന്നലെ ആകട്ടെ ഞങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഡോഗ് ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദയവ് ചെയ്ത് ഈ ഒരു പണമൊക്കെ തിരിച്ചു മേടിച്ചിട്ട് ആ ഡോഗിനെ ഞങ്ങൾക്ക് തിരികെ നൽകാമോ എന്നൊക്കെ അയാൾ മുൻസിങ്ങിനോട് ചോദിക്കുന്നു. അയാൾക്ക് കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഉൻസിങ് കയ്യിലുണ്ടായിരുന്ന തോക്കൊക്കെ ആ പട്ടിക്ക് നേരെ ചൂണ്ടിയതിനു ശേഷം, നിനക്ക് കുറ്റബോധം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അത് മാറ്റുവാനായിട്ട് നമുക്ക് ഈ പട്ടീനെ അങ്ങ് കൊന്നു കളഞ്ഞാലോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നതും. പക്ഷെ അവൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ഹ്യുനുവും എത്തിയിരിക്കുന്നു. ജോലിക്കാരും ആകെ പേടിച്ചിട്ടൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഹിനുവ ആകട്ടെ ഉത്സങ്ങിന് അയാൾ പണം തിരികെ നൽകുന്നത് ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഡോഗുമായിട്ട് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് അയാളെ പറഞ്ഞയക്കുവാനൊക്കെ നോക്കുന്നു. നീ ഒരിക്കലും ഡോഗിനെ കൊല്ലുവാൻ ശ്രമിക്കുവാൻ പാടില്ലായിരുന്നുവെന്ന് ഹിനുവു പറയുമ്പോഴത്തേക്കും, എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഉൻസിങ്ങും ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട്, ആ ഒരു ഡോഗ് അവരുടെ ഫാമിലി പോലെ തന്നെയാണ്, അതുകൊണ്ട് തന്നെ അതിനെ കൊല്ലുവാൻ പാടില്ല എന്ന് ഹിനുവു പറയുമ്പോഴത്തേക്കും, അങ്ങനെയാണെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയിട്ടുള്ള തെരുവിലെ പട്ടികളൊക്കെ നമുക്ക് കൊല്ലുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ഉൾസിങ്ങും ചോദിക്കുന്നു. മൊത്തത്തിൽ ഉൾസിങ്ങിന്റെ പെരുമാറ്റത്തിൽ ഹിനുവയ്ക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് കാട്ടിലെ ദൃശ്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആകട്ടെ കാറിൽ നിന്നും ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നതൊക്കെ അവർ ശ്രദ്ധിക്കുന്നു. ആ ഒരാളെ കാണുമ്പോൾ തന്നെ അത് നിന്റെ സഹോദരനാണെന്നൊക്കെ ഹെയിന്റെ അച്ഛനോട് മുത്തശ്ശനും പറയുന്നു. അതായത് നേരത്തെ തന്നെ മുത്തശ്ശിയുടെ അടക്കൊക്കെ കൂടുവാനായിട്ട് ഒരാൾ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അയാളെ കയറ്റി വിടുവാനായിട്ട് മുത്തശ്ശൻ തയ്യാറായിരുന്നില്ല. അതേ ആളുടെ കാര്യമാണ് ഇപ്പോഴും പറയുന്നത്. എങ്കിൽ പോലും മുത്തശ്ശന്റെ ഗേൾ ഫ്രണ്ട് ആകട്ടെ അയാൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നും അറിയിക്കുന്നു. ഇപ്പോൾ ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ആരാണോ ആ ഒരു നെറ്റൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നത് എന്നതാണ്. എന്തായാലും ഇത് നിന്റെ സഹോദരൻ തന്നെയാണെന്ന് മുത്തശ്ശൻ ഉറപ്പ് പറഞ്ഞതിന് ശേഷം അവനിപ്പോൾ കൊറിയയിൽ ഉണ്ടോ എന്ന് കൂടി അന്വേഷിക്കുവാനായിട്ട് മുത്തശ്ശനും ഹെയിന്റെ അച്ഛനെ ഏർപ്പാടാക്കുന്നു. ജോലിക്കാരും 20 വർഷം മുമ്പ് ഡോഗൊക്കെ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അന്നാകട്ടെ ആ ഡോഗിനെ കൊന്നിട്ടുണ്ടായിരുന്നത് ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയും ഒരു ഓർഫനേജിൽ ഉള്ളതായിരുന്നു. നന്നായി പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ ക്വീൻസ് ഗ്രൂപ്പ് സ്കോളർഷിപ്പ് ഒക്കെ കൊടുത്തിട്ടായിരുന്നു ആ കുട്ടീനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്നാകട്ടെ പോലീസ് ആ കുട്ടീനെ തെളിവോടുകൂടി തന്നെ പിടിച്ചപ്പോഴത്തേക്കും, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡോഗ് ആയിരുന്നു അതേന്നൊക്കെ അതിന്റെ ഓണറും ആ കുട്ടിയോട് പറയുന്നുണ്ട്. അപ്പോഴാകട്ടെ ആ കുട്ടിയും, നിനക്ക് പ്രിയപ്പെട്ട ഡോഗ് അല്ല എങ്കിൽ അതിനെ കൊല്ലുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലേ എന്നൊക്കെ അയാളുടെ അടുത്തും ചോദിക്കുകയാണ്. ഇപ്പോൾ ഉംസിങ്ങിനെ കണ്ടപ്പോഴും അയാൾക്ക് പഴയ ആ ഒരു കുട്ടിയായിട്ട് തന്നെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ അത് അവനായിരിക്കുകയില്ല എന്ന് കൂടി അയാൾ സംശയിക്കുന്നു. വീട്ടിലെത്തുന്ന ഉൻസിങ്ങും ഹെൽസാങ്ങിനെയുടെ ഹെർമാനെയൊക്കെ താൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും നമുക്കൊന്നിച്ചൊരു മീറ്റിംഗ് ഒക്കെ ഉടനെ തന്നെ വെക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കുമെന്നും ഹെയ്നെ കോൾ ചെയ്ത് പറയുകയാണ്. ഹെയ്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു മെയിലൊക്കെ അവൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലാകട്ടെ പുതിയ മരുന്നൊക്കെ കണ്ടുപിടിക്കുകയാണ് എന്നും, എങ്കിൽ പോലും അവളുടെ അസുഖമൊക്കെ ഭേദമാക്കുവാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസമൊന്നും അവർക്കില്ല എന്നുമുള്ള കാര്യമൊക്കെ മെയിൽ വഴി അയക്കുകയാണ്. അതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവളും മരിക്കുവാൻ പോക്കുകയാണോ എന്ന് അവൾ തന്നെ സംശയിക്കുന്നു. ഹെർസൈന തന്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. ട്രില്യൺ ഗ്രൂപ്പിലൊക്കെ ഉടനെ തന്നെ അവൾ എത്തിച്ചേരുന്നതുമാണ്. ഇതുവരെ ഒരിക്കൽ പോലും ഇടാത്ത ഒരുപാട് ലിമിറ്റഡ് എഡിഷൻ ഡ്രസ്സൊക്കെ അവൾക്കുണ്ട്. ഒരുപാട് ഐലൻഡ് ഒക്കെ സ്വന്തമായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും ഒരിടത്തും അവൾ ഒരു വിസിറ്റ് പോലും നടത്തിയിട്ടില്ല. കുറെ വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല സാധനങ്ങളും അവൾ മേടിച്ചു വെച്ചിട്ടുമുണ്ട്. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ താൻ മരിക്കേണ്ടി വരുമല്ലോ, അപ്പോൾ ഇതെല്ലാം തന്നെ വേസ്റ്റ് ആകുമല്ലോ എന്നൊക്കെ അവളും ആലോചിക്കുന്നു. അതിനുശേഷം ഹ്യുൻമൂനെ നോക്കുന്ന അവളാകട്ടെ ഏറ്റവും വലിയ വേസ്റ്റായി മാറുന്നത് നീ ആയിരിക്കുമെന്ന് അവനോട് പറയുന്നുമുണ്ട്.
ഹെയ്ൻ ഓഫീസിലെത്തുമ്പോഴത്തേക്കും ഹിനുവു വർക്ക് ചെയ്യുകയായിരുന്നു. അവളും അവനെ തന്നെ നോക്കി നിൽക്കുന്നു. വിവാഹത്തിന് 3 വർഷത്തിന് ശേഷം ഭർത്താക്കന്മാരെ വീണ്ടും കണ്ട് കഴിയുമ്പോഴത്തേക്കും അവർ ഹാൻസം ആണെന്നുള്ള ഒരു തോന്നലൊക്കെ ഭാര്യമാരുടെ ഉള്ളിൽ തോന്നുമോ എന്നൊരു സംശയമൊക്കെ സെക്രട്ടറിയുടെ അടുത്തും ഹെയ്ൻ ഇപ്പോൾ ചോദിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ആ പെൺകുട്ടിയാകട്ടെ അവനെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇത്രയ്ക്ക് പാവമായിട്ടുള്ള ഇവനാകട്ടെ എങ്ങനെയാണ് ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുവാനായിട്ട് സാധിക്കുക എന്ന തോന്നലാണ് തോന്നുക. അവന്റെ കണ്ണിലേക്കൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും അവനെ ഹഗ് ചെയ്യുവാൻ പോലും തോന്നും. നിനക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്താണ് തോന്നുന്നതെന്നൊക്കെ ഹെയ്ൻ സെക്രട്ടറിയുടെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അവൾക്ക് തലച്ചോറിന് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഒന്ന് സിറ്റി സ്കാൻ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന കാര്യമാണ് സെക്രട്ടറിയും അവളുടെ അടുത്ത് പറയുന്നത്. ഇത്രയും കാലമായിട്ടും എനിക്ക് ഒന്നിനോടും സിമ്പതി ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴെനിക്ക് പലതിനോടും സിമ്പതിയൊക്കെ തോന്നുകയാണെന്ന് പറഞ്ഞ് അതൊരു പ്രശ്നമായിട്ടൊക്കെ കണ്ട് ഹെയ്നും ഡോക്ടറിനെ ചെന്ന് കാണുന്നു. മഴയത്ത് ഒരു പൂച്ചക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന ഹെയ്നാകട്ടെ കയ്യിലുണ്ടായിരുന്ന കൊടയൊക്കെ നിവർത്തി പൂച്ച നനയാതിരിക്കുവാനായിട്ട് നോക്കുകയാണ്. ഹെയ്ൻ ഒരു ദിവസം ഓഫീസിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെയാകട്ടെ അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യാത്ത ഒരാള് കുറെ അധികം ജ്യൂസ് ഒക്കെ കൊണ്ടുപോയി ഓരോരോ എംപ്ലോയീസിന് കൊടുക്കുന്നതും അവൾ കാണുന്നു. ജോലിക്കാരല്ലാത്ത ആരെയും തന്നെ ഓഫീസിനകത്തേക്ക് കയറ്റി വിടരുതെന്നായിരുന്നു ഹെയ്ൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് സെക്രട്ടറിക്ക് അറിയാവുന്ന സെക്രട്ടറിയുടെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡാണ് അതേ എന്നൊക്കെ അറിയിക്കുന്നത്. അയാൾക്ക് കുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ കുട്ടി ഇപ്പോഴും ഉള്ളത് ഇൻക്യുബേറ്ററിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തുക ചെലവുമാക്കും. ഇങ്ങനെ ജ്യൂസൊക്കെ വിറ്റിട്ട് അധികം പണമൊന്നും അയാൾക്ക് കിട്ടാത്തത് കൊണ്ടായിരുന്നു ഞാൻ ഓഫീസിലേക്ക് വന്ന് ഇത് വിറ്റോളുവാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അയാൾ ഇനി ഒരിക്കലും ഇവിടെ എത്തുകയില്ല എന്നൊക്കെ സെക്രട്ടറി പറയുന്നുണ്ടെങ്കിലും ആ കുട്ടി എന്നുവരെയാണോ ഇൻക്യുബേറ്ററിൽ കിടക്കുക അന്ന് വരെ അയാളോട് ഇവിടെ വന്നോളാൻ പറഞ്ഞോളുവാൻ ഹെയ്നും ആവശ്യപ്പെടുന്നു. മറ്റൊരു എംപ്ലോയി ആകട്ടെ അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുകയാണ് എന്നും പക്ഷെ അമ്മയ്ക്ക് വേണ്ടി തന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അമ്മ അതൊന്നും തന്നെ കേൾക്കുന്നില്ല. ആ ഒരു തുകയെല്ലാം തന്നെ എന്റെ വിവാഹത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നവയാണെന്ന് പറഞ്ഞ അതെടുക്കുവാൻ പോലും അമ്മ തയ്യാറാകുന്നില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞ അവളും ഒരുപാട് കരയൊക്കെയാണ്. അവർ സംസാരിക്കുന്നതെല്ലാം തന്നെ ബാത്റൂമിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന ഹെയ്നും കേൾക്കുന്നു. അവർ പോയതിനു ശേഷം ആദ്യം ഹെയ്ൻ കുറച്ച് റൂഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് അസുഖമുള്ള ആളുകളൊക്കെ നമുക്ക് ചുറ്റും ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരയുകയാണ്. ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു ദുഃഖത്തിലും പങ്കുചേരാത്ത ഒരാളാണ്. പെട്ടെന്ന് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഒരുപക്ഷെ എന്റെ ബ്രെയിനിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചതാണോ? അതോ ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് വന്ന മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ഹെയ്നും ഡോക്ടറുടെ അടുത്ത് ചോദിക്കുന്നു. മരിക്കുന്നതിന്റെ വക്കിലെത്താറാകുമ്പോഴത്തേക്കും ചില പേഷ്യൻസിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇത് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ പോലും എന്റെ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നതിന്റെ വക്കിൽ പലതവണ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ തവണയും എന്തെങ്കിലും ഒരു മിറാക്കിളൊക്കെ സംഭവിച്ച് ഞാൻ രക്ഷപ്പെടുക തന്നെ ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് എന്നെ ചികിത്സിച്ച് ഭേദമാക്കുവാനായിട്ട് സാധിക്കുകയില്ല എങ്കിൽ ആ ഒരു മിറാക്കിൾ സംഭവിക്കുന്നത് വരെ കാത്തിരിക്കുവാനായിട്ടാണ് ഹെയ്നും ഡോക്ടറിന്റെ അടുത്തൊക്കെ പറയുന്നത്. ഹ്യുനുവോ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അച്ഛന്റെ സഹോദരനെ കാണുവാനായിട്ടൊക്കെ എത്തുന്നു. വന്യമൃഗങ്ങളൊക്കെ അതിർത്തി കടന്നു വരുവാനായിട്ട് വേണ്ടി ആരോ ഒരാൾ നെറ്റൊക്കെ കീറിയിട്ടുണ്ടായിരുന്നോ എന്നും അതിനുശേഷം അതിനെ അകത്തേക്ക് ക്ഷണിക്കുന്ന രീതിയിൽ ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന കാര്യവും എല്ലാം തന്നെ ഹെയ്ന്റെ അച്ഛനും ഇപ്പോൾ സഹോദരനെ അറിയിക്കുകയാണ്. എന്റെ മകൾ മരണത്തിന്റെ തൊട്ടു മുമ്പിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഞാൻ വെറുതെ വിടുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും ഒരു തെറ്റും ചെയ്യാത്ത എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പോലും നിങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ അച്ഛന്റെ അടുത്തും സഹോദരൻ ചോദിക്കുകയാണ്. പിന്നീട് അന്ന് നടന്ന കാര്യം കൂടി പറയുന്നു. എല്ലാ വർഷവും ഒരേ ദിവസമായിരിക്കും ഫാമിലി ഹണ്ടിങ് ഡേ ഒക്കെ ആഘോഷിക്കുക. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഹണ്ടിങ് ഡേ ആണെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു ഞാനും അച്ഛനെ കാണുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അച്ഛന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള സിൽഹിനെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഉറങ്ങുകയാണെന്നൊക്കെ ആയിരുന്നു അവളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറെ നേരമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവൾ എന്നോട് പോകുവാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനും അവിടെ നിന്നും പോയി. അല്ലാതെ മറ്റൊന്നും തന്നെ അവിടെ നടന്നിട്ടില്ല എന്നാണ് അയാളും ഇപ്പോൾ പറയുന്നത്. എനിക്ക് എന്റെ അച്ഛനെ ഒരിക്കൽ കൂടി കാണുവാനായിട്ടുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാക്കി തരാമോ എന്നൊക്കെ സഹോദരനും ഹെയ്ന്റെ അച്ഛനോട് പറയുന്നുണ്ടെങ്കിൽ പോലും ഹെയ്ന്റെ അച്ഛൻ അതിന് തയ്യാറാകുന്നില്ല. അച്ഛനും ഇപ്പോൾ ഫാമിലിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ 7 കേസോളം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ടുമുണ്ട്. ഈ ഒരു കേസ് എല്ലാം തന്നെ നോക്കി നടത്തുന്നതും ഹിനുവോ ആണ്. അവനും ഫാമിലിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള സത്യം അച്ഛനും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലെത്തുന്ന അച്ഛനും സുൽഹിനെ കണ്ടതിന് ശേഷം എന്റെ സഹോദരനെങ്ങാനും കഴിഞ്ഞ ആ ഒരു ദിവസം മുത്തശ്ശനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ സുൽഹിയുടെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ അയാളെ കണ്ടിട്ടേ ഇല്ല എന്നൊരു മറുപടിയൊക്കെ ആയിരുന്നു സുൽഹിയും കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന്റെ എല്ലാ ദേഷ്യവും അവനുണ്ട്. ഒന്നും നഷ്ടപ്പെടുവാനില്ലാത്തവനാണ് അവൻ. അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്.
അവനെ വിശ്വസിക്കുവാനായിട്ട് പാടില്ല. അവൻ നമ്മളെ ചതിക്കുമെന്നൊക്കെ ആയിരുന്നു സുൽഹീം അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.